വേദനിക്കുന്ന മനസ്സ് പിടഞ്ഞു പോകുന്നത് പോലെ, ധൈര്യമെല്ലാം ചോർന്നു പോകുന്നത് പോലെയുള്ള പ്രയാസങ്ങൾ അപ്രതീക്ഷിതമായി നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, നമ്മുടെ തലമുറയുടെ മേൽ ഒക്കെ ആഞ്ഞടിച്ചു എന്ന് വരാം. പക്ഷെ അത് ഒന്നുകൂടെ ദൈവത്തോട് നമുക്ക് അടുക്കാൻ വേണ്ടിയുള്ള, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഒന്നുകൂടെ പുതുക്കാൻ വേണ്ടിയുള്ള, നമ്മുടെ സമർപ്പണം ഒന്നുകൂടെ പുതുക്കാൻ വേണ്ടിയുള്ള ദൈവിക പദ്ധതികളാണ് മനസ്സിലാക്കുവാൻ നമുക്കിടയായിത്തീരണം. ഒന്നും നമ്മളെ നശിപ്പിക്കാനല്ല, ഒന്നും നമ്മളെ തകർക്കാനല്ല, ദൈവത്തിന് ഒന്നുകൂടെ പ്രയോജനമുള്ളവരാക്കി മാറ്റുവാൻ ചില പ്രത്യേകമായ വഴികളിലൂടെ നമ്മളെ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എത്ര പേരത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. കനാൻ മുമ്പിലുണ്ടെങ്കിൽ പിൻപിൽ ചെങ്കടലുണ്ട്, മാറയുണ്ട്, അഗ്നിസർപ്പമുണ്ട്, യോർദാനുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ഭയപ്പെടരുത്. മാറ ഉള്ളിടത്ത് കയ്പ് വലിച്ചെടുക്കുന്ന മരമുണ്ട്. വെള്ളം വറ്റിയെടുത്ത് തൊട്ടപ്പുറത്ത് 70 ഈന്തപ്പനയും 12 നീരുറവിയുള്ള ഒരു എലിയുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിൻ്റെ അപ്പുറത്ത്, പ്രശ്നങ്ങളുടെ അപ്പുറത്ത്, ഭാരങ്ങളുടെ അപ്പുറത്ത് നമുക്ക് നാം അറിയാത്തൊരു വിടുതലുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മാറായി വന്നപ്പം ജനം മൊത്തം കൂടെ അവരിറങ്ങിത്തിരിച്ചത് തന്നെ ജീവിതം മൊത്തം കയ്പാണ്. ഊഴിയവിചാരകന്മാരാൽ ജീവിതം മൊത്തം കയ്പനുഭവിച്ച ജനം 1000 പ്രതീക്ഷകളുമായിട്ടാണ് മിസ്രൈം വിട്ട്. പക്ഷെ മിസ്രൈം വിട്ട് വരുന്നവരുടെ മുമ്പിൽ ഒരു ഭയങ്കര ചെങ്കടലും 2 വലിയ പർവ്വതങ്ങളും പുറകിലൊരു സൈന്യം ഉണ്ടെന്നൊന്നും ഒരിക്കലും വിചാരിച്ചതല്ല. എന്തിനാ കർത്താവെ രക്തത്തെളി ആചരിച്ചിറങ്ങിത്തിരിച്ച ഞങ്ങളുടെ മുമ്പിൽ അപ്രതീക്ഷിതമായി 4 ചുറ്റും വഴി അടച്ചത് എന്ന് ചോദിച്ച ദൈവത്തിന് മറുപടി ഉണ്ട്. കടലി വഴി തുറക്കുന്ന ഒരു ദൈവം നിനക്കുണ്ടെന്ന് നീ ഒന്ന് അറിയണ്ടേ? പ്രൈസ് ദി ലോർഡ്. നിന്റെ മുമ്പിൽ അടഞ്ഞ വഴി തുറക്കുന്ന ഒരു ദൈവം നിനക്കുണ്ടെന്ന് ഇന്ന് പകൽ നീ അറിയാൻ വേണ്ടിയാണ് നിന്റെ ജീവിതത്തിന്മേൽ ഒരു പ്രതികൂലം വന്നെന്ന് വിശ്വസിക്കുന്നവര് ഈ രാവിലെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ശുഡരമനകൾ കനാദര വർഷസന്ദരേ റികൽക്കമന. ഹല്ലേലൂയ. 2, നിന്നെ കുറെ വർഷങ്ങളായി നടുവ് പൊക്കാൻ കഴിയാതെ, തല ഉയർത്താൻ കഴിയാതെ പീഡിപ്പിച്ച ശക്തിയെ നിന്റെ കൺമുമ്പിൽ ചെങ്കടലിൽ മുക്കണമെങ്കിൽ എനിക്ക് അങ്ങനൊരു വഴിയെ നിന്നെ കൊണ്ടുവന്നേ മതിയാകത്തുള്ളൂ. നിനക്കത് ഭാരമായെന്ന് എനിക്കറിയാം. പക്ഷെ നിന്റെ മുമ്പിൽ അങ്ങനെ ഒരു വഴി തുറന്ന് കൊണ്ടുവന്നത് നിന്നെ തകർക്കാനല്ല, വഴി ഒരുക്കി അക്കരെ കയറ്റി പീഡിപ്പിച്ച വ്യാപാരത്തെ നിന്റെ കൺമുമ്പിൽ ഇനി ഒരിക്കലും നിന്റെ പിന്നാലെ വരാതെ വണ്ണം തകർക്കേണ്ടതിനാണെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഫറവോന്റെ സൈന്യം ശക്തി നശിച്ചു. ഇസ്രായേൽ അക്കരെ കയറി. ഭയങ്കര സന്തോഷം. അവരെല്ലാം കൂടെ ആ കൈയടിച്ച് തപ്പുകൂട്ടി നൃത്തം ചെയ്ത് പാടി ദൈവത്തെ എന്ത് ചെയ്തു? ആരാധിച്ചു. ആരാധിച്ചവർക്ക് അല്പം ദാഹമുണ്ടായി. വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് കുടിച്ച വെള്ളം മൊത്തം എന്തായിരുന്നു? നേരത്തെ ജീവിതമേ കയ്പുള്ളായിരുന്നു. ഇപ്പം വയറും വായും കൂടെ കഴിച്ചു. ഹലോ. അപ്പോൾ ഈ സന്തോഷമെല്ലാം പോയി, കയ്യടിയും പോയി, തപ്പുകൊട്ടും പോയി, പാട്ടും പോയി, എല്ലാം പോയി. അവരെല്ലാം കൂടെ മോശയ്ക്കും അഹരോനുമെതിരെ പിറുപിറുത്തു. തമ്പുരാൻ പറഞ്ഞു, ഈ പ്രശ്നത്തെ നോക്കിക്കൊണ്ട് നിൽക്കാതെ, എന്നെ ശ്രദ്ധിച്ചേ, ഈ കയ്പേന്ന് പറഞ്ഞ് നിൽക്കാതെ, തൊണ്ടക്കരയ്ക്ക് നിൽക്കുന്ന മരം കണ്ടു, അത് വെട്ടി അങ്ങോട്ടിട്. അത് വെട്ടിയിട്ടു. 5 സെക്കൻഡ് കൊണ്ട് കയ്പെല്ലാം മരം വലിച്ചെടുത്തു.
ഒരു ഹല്ലേലൂയ പറയണം. നിന്റെ പ്രശ്നം തീരാൻ 5 മിനിറ്റ് മതി. നീ ഇന്ന് പ്രശ്നത്തെ നോക്കി നിൽക്കാതെ വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിക്കണം. നിന്റെ പ്രശ്നത്തെ നോക്കി നിന്ന് ഭാരപ്പെടാതെ നീ ആ കരയ്ക്ക് നിൽക്കുന്ന മരമൊന്ന് കണ്ടേ. കയ്പ് വെളിപ്പെട്ടിടത്ത് തന്നെ മധുരത്തിന്റെ മരം നിപ്പുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതൊന്ന് വെട്ടിയിടുന്ന താമസമേ ഉള്ളൂ. നിമിഷങ്ങൾ കൊണ്ട് ആ പ്രശ്നത്തെ കർത്താവ് പരിഹരിച്ചു. ഇന്ന് പകൽ രാവിലെ ആത്മാവിൽ ദൂത് പറയുന്നു, ചില വിഷയങ്ങൾക്ക് പെട്ടെന്നുള്ള മറുപടികൾ തന്ന് തന്റെ കുടുംബത്തെ, ജനത്തെ ദൈവം ആദരിക്കുന്ന പകൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, രക്തത്താല്, വചനത്താല്, ആത്മാവിനാല് ഈ രാവിലെ ജയമെടുക്കുകയാ. പ്രശ്നം തീർന്നു, ഭയങ്കര സന്തോഷമായി. കയ്പെല്ലാം മാറി മധുരമായി. എല്ലാവർക്കും ഭയങ്കര. വീണ്ടും പാട്ടുപാടി കൈയടിച്ച് ആരാധിച്ചു. ചെന്നത് എലീം എന്ന മരുഭൂമിയിലേക്ക്. അവിടെ ചെന്നപ്പോൾ വെള്ളമില്ലാതെ 3 ദിവസം അവര് വലഞ്ഞു. അവർ പിന്നെയും പാട്ട് നിർത്തി, കയ്യടി നിർത്തി, ആരാധന നിർത്തി. അവര് നിരാശപ്പെട്ടു. തമ്പുരാൻ നിങ്ങൾ നോക്ക്, തൊട്ട് മുന്നോട്ട് നോക്ക്. മുന്നെ നോക്കിയപ്പോൾ ഒരു 70 ഈന്തപ്പന നിറച്ച കായുമായി നിൽക്കുന്നു. ഒരു 12 നീരുറവ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞ് ഇന്ന് വരെ അത് അടഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കിയേ, 600,000 വരുന്ന ഈ മുഴുവൻ ജനത്തിന്റെ വിശപ്പ് മാറ്റാൻ 70 ഈന്തപ്പന മതി. നീ വിചാരിക്കുന്ന പോലെ 7,000 പനയൊന്നും വേണ്ട. ദൈവത്തിന് നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ നീ വിചാരിക്കുന്നതിന്റെ 10-1 പോലും സമയം വേണ്ടെന്ന് വിശ്വസിക്കുന്നവര്, ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം, അത് പ്രതികൂലങ്ങളുള്ളതാണ്, പ്രതിസന്ധികളുള്ളതാണ്, തടസ്സങ്ങളുള്ളതാണ്, പോരുകളുള്ളതാണ്. എന്ന തൊട്ടപ്പുറത്ത് വിടുതലൊരുക്കുന്ന ഒരു വലിയ ദൈവം നിനക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയും, ഈ ദൈവം ഇന്നലെ എനിക്ക് നല്ലവനാണ്, ഇന്ന് എനിക്ക് നല്ലവനാണ്, നാളെയും എന്നേക്കും എന്റെ ദൈവം എനിക്ക് നല്ലവനാണ്. വിശ്വസിക്കുന്നവർ കരമുയർത്തിയ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഭക്തൻ പറയുകയാണ്, എന്നോട് കൃപയുണ്ടാകണം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണം. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എപ്പം വരെ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആപത്തല്ല, ആപത്തുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം രാവിലെ. ഒന്നല്ല, ഒട്ടനവധി ആപത്തുകൾ. തൈലാഭിഷേകത്താൽ നിറയപ്പെട്ട ദാവീദ്, ദൈവകൃപയാൽ പൊതിയപ്പെട്ട ദാവീദ് ഇപ്പം ദൈവത്തോട് പറയാണ്, ഒന്നൂടെ കൃപയുണ്ടാകണം, ഒന്നൂടെ കൃപയുണ്ടാകണം. ദൈവം ചോദിച്ചു, എപ്പം വരെ? ഉത്തരം, ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം. നല്ലൊരു സ്തോത്രം ഈ പ്രായലേ പറയണം. ഓ ഹല്ലേലൂയ. ഞാൻ നിന്റെ ചിറകിന്റെ നിഴലിൽ ശരണം പ്രാപിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറയണം. ഇന്ന് രാവിലെ മറയ്ക്കുന്ന ചിറക്, സംരക്ഷിക്കുന്ന ചിറക്, പരിപാലിക്കുന്ന ചിറക്, സൂക്ഷിക്കുന്ന ചിറക് വിരിച്ചവൻ നിൽക്കുകയാ. അത്യുന്നതനായ ദൈവത്തിന്റെ മറുവിടത്തിൽ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം നീ അവന്റെ ചിറകിന്റെ മറവിൽ ശരണം പ്രാപിച്ചോണം.
കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. ഒരിക്കൽ ഇയ്യോബ് ദൈവത്തോട് പറഞ്ഞ കുറെ സങ്കടങ്ങൾ നിങ്ങൾ ആ 29 അധ്യായത്തിന്റെ 1 മുതൽ വായിച്ച ഇയ്യോബിന്റെ പുസ്തകം. ആ ആ ആ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പണ്ടത്തെ നാളുകളിലെ പോലെ ദൈവം എന്നെ കാത്തുപോന്ന നാളുകളിലെ പോലെ. അപ്പൊ ഇപ്പോൾ ആ സംരക്ഷണം പോയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പണ്ട് എന്നെ ദൈവം എന്ത് ചെയ്തു? കാത്തുപോന്നു. ഇപ്പൊ ദൈവസന്നിധി പറയുകയാണ്, പണ്ടത്തെ പോലെ ദൈവം എന്നെ കാത്തുപോന്ന നാളുകളിലെ പോലെ എന്നെ വീണ്ടും ഒന്ന് കാത്തിരുന്നെങ്കിൽ. ഇന്ന് രാവിലെ എത്ര പേര് പ്രാർത്ഥിക്കും, ദൈവമേ നിന്റെ സംരക്ഷണം കിട്ടിയേ മതിയാകും, നിന്റെ പരിപാലനത്തിന് കീഴിലല്ലാതെ എനിക്ക് എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ പണം കൊണ്ടോ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് എന്നെ ദൈവം പഠിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പണ്ട് എന്നെ എങ്ങനെ സംരക്ഷിച്ചോ, പണ്ട് എങ്ങനെയാ സംരക്ഷിച്ചേ? അവന്റെ ദീപം എന്റെ തലയ്ക്കുമീതെ പ്രകാശിച്ചു. ഒരു ഹല്ലേലൂയ പറയണം. കറണ്ട് ഇല്ലാത്തപ്പോഴും ജനറേറ്റർ വർക്ക് ചെയ്യാത്തപ്പോഴും ഇൻവേർട്ടർ ഓഫായി പോയപ്പോഴും ഇയ്യോബിന്റെ വീട്ടിൽ പ്രകാശമുണ്ടായിരുന്നു. അത് ഈ ലോകത്തിലെ വെളിച്ചമല്ല, അവന്റെ ദീപം. ഇന്ന് രാവിലെ ഞാൻ ആത്മാവി പറയട്ടെ, വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, തലമുറകളിൽ ദൈവത്തിന്റെ ദീപം തെളിയണം. അവൻ എന്റെ ദീപത്തെ കത്തിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാവിലെ സഭയ്ക്കകത്ത് വന്ന ദൈവജനത്തോട് പറയട്ടെ, ലൈവ് കാണുന്നതോട് പറയട്ടെ, നിന്റെ കൂടാരത്തെ ഉന്നം വെച്ച ചില ഇരുട്ടിന്റെ ശക്തികൾ നിന്റെ കൂടാരം വിട്ടുമാറണമെങ്കിൽ ഇന്ന് രാവിലെ നിന്റെ കൂടാരത്തിനകത്ത് ദൈവത്തിന്റെ ദീപം തെളിയുവാൻ. ഓ റഗൽക്കമനെ വൈഡേ റിബൽക്കനാദര വക്ഷസന്ദര. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദീപം തലയ്ക്ക് മീതെ കത്തി നിന്നാൽ ഇയ്യോബ് കാണാത്തൊരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം, വായിച്ചോണ്ടിരിക്കണം. ഇയ്യോബിന്റെ പിള്ളാര് കാണാത്ത കാര്യം, ഇയ്യോബിന്റെ ദാസീദാസന്മാര് കാണാത്ത കാര്യം ദൈവം കണ്ടു. അതാ ദൈവത്തിന്റെ ദീപത്തിന്റെ പ്രത്യേകത. ദൈവം ഊടാടി സഞ്ചരിക്കുന്നവനെ വിളിച്ചു ചോദിച്ചടാ, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ? സ്തോത്രം പറയണം. അവന്റെ സെക്യൂരിറ്റി കണ്ടില്ല, ഇയ്യോബിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന സെക്യൂരിറ്റി കണ്ടില്ല, അവന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന കാവൽക്കാർ കണ്ടില്ല. സ്തോത്രം പറയാമോ? ദൈവത്തിന്റെ ദീപം തെളിഞ്ഞാൽ ദൈവം അത് കാണും. നിന്റെ കുടുംബത്തിന് ചുറ്റും നടക്കുന്ന, തലമുറയ്ക്ക് ചുറ്റും നടക്കുന്ന ആ പോരുകളെ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ, ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ജിബരബലബലബലബസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ രാവിലെ ആരാധിച്ച് ജയമെടുത്തോണം. ചുറ്റി നടക്കുന്ന ശിബരബലബലബലബസ്. ഹല്ലേലൂയ. തുരാധരാധര ജഗദമനപരവ ചന്ദുരാധരാധന
ഓ രക്തത്താല് വചനത്താലേ ജയം. നിങ്ങളാ ഹല്ലേലൂയ. ദേവദാസന വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ ദേവദാസനെ 29 തുടർവാക്യം. ആ ആ അവന്റെ വെളിച്ചത്താൽ, എല്ലാരും പറഞ്ഞേ, അവന്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടെ നടന്നു. അപ്പോൾ ചുറ്റും ഇരുട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഇരുട്ടിനെ അതിജീവിക്കുന്ന വെളിച്ചം ഇയ്യോബിന്റെ തലയ്ക്ക് മീതെ കത്തിയപ്പോൾ ആ വെളിച്ചത്തിൽ ഇരുട്ടിൽ കൂടെ നടന്നു. ഒന്ന് പറഞ്ഞേ, ഞാന് പിശാച് എത്ര ഇരുട്ടൊരുക്കിയാലും അതിന്റെ നടുക്കൂടെ ദൈവം കത്തിച്ച വെളിച്ചത്തിൽ നടക്കുമെന്ന് ഇന്ന് രാവിലെ ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നടന്നു. നാട്ടുകാരുടെ ആരുടെയും സഖ്യത വേണ്ടെന്നേ. ചിലര് പിണങ്ങും, ചിലര് മിണ്ടത്തില്ല, ചിലര് കൈതരത്തില്ല, ചിലര് നമ്മളെ കാണുമ്പോൾ പെറുപിറുക്കും, മാറി നിന്നുകൊണ്ട് പോകാൻ നമുക്ക് വിരോധമായി സംസാരിക്കും. ഇതൊന്നും ഭക്തന് വിഷയമല്ല. ഭക്തൻ പറഞ്ഞു, എന്റെ കൂടാരത്തിൽ നാട്ടുകാരുടെ സഖ്യതയുണ്ടെന്നല്ല. ആരുടെ സഖ്യതയാ? ഒന്ന് പറഞ്ഞേ, ഒന്ന് ഉറപ്പിച്ചേ. എന്റെ കൂടാരത്തിൽ എന്റെ ദൈവത്തിന്റെ സഖ്യതയുണ്ട്. ഒന്ന്, എന്റെ തലയ്ക്ക് മീതെ അവന്റെ ദീപമുണ്ട്. അതുകൊണ്ട് ഇരുട്ടിക്കൂടെ ഞാൻ നടന്നങ്ങ് പോകും. ഇരുട്ടെന്നെ മൂടത്തില്ല. കാരണം എന്റെ തലയ്ക്ക് മുകളിൽ അവന്റെ ദീപമുള്ളത് കൊണ്ട് ശത്രു കെണിയൊരുക്കുന്ന ഇരുട്ടിക്കൊണ്ട് നടുക്കൂടെ ഞാൻ നടന്നങ്ങ് പോകുക. പറഞ്ഞേ, ഈ പ്രശ്നത്തെ ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞേ, ഈ രോഗത്തെ ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞേ. ഇന്ന് രാവിലെ വിശ്വസിക്കണം, ഇരുട്ടിൽ കൂടെ ഞാൻ നടന്നു. ഓ, എന്റെ കൂടാരത്തിൽ ദൈവത്തിന്റെ സഖ്യതയുണ്ടായിരുന്നു. അടുത്തത്, യഹോവയുടെ സഖിത്വം തന്റെ ഭക്തന്മാർക്കുണ്ട്. അല്ലേ പറഞ്ഞ് അടുത്ത എന്താ വായിച്ചേ? സർവശക്തൻ എന്റെ കൂടെ വസിക്കുകയും എന്തോ കാലമാ? കഷ്ടകാലം ഉണ്ട്, പക്ഷേ ശുഭകാലവും ഉണ്ട്. ഒന്ന് ശ്രദ്ധിക്കണേ, നമ്മൾ ശുഭകാലത്ത് ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ ചുറ്റും നടക്കുക. അവസരം കിട്ടിയാൽ അകത്ത് കയറി ശുഭകാലമില്ലാതാക്കണം. ആരും കണ്ടില്ല, പക്ഷേ ദീപം തെളിയിച്ച ദൈവം കണ്ടു. ദൈവം ചോദിച്ചു, ദൃഷ്ടി വെച്ചോ? അവൻ പറയാണ്, എത്ര ദിവസമായി, പക്ഷെ അകത്ത് കയറാൻ ഒക്കുന്നില്ല. നീ ചുറ്റും ഇന്ന് പകൽ പഴയ നിയമത്തിന്റെ ഭക്തന്മാർക്ക് കെട്ടിയ വേലിയേക്കാൾ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവന് ചുറ്റും, യേശു അപ്പച്ചന്റെ ചൊരിയപ്പെട്ട പുണ്യാക രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം ചുറ്റുമൊരു തീമതില. ചില പോരുകൾ ഇന്ന് രാവിലെ കരിഞ്ഞു പോകുന്ന
ഒരു അഗ്നിവലയം, അഭിഷേകത്തിന്റെ ആത്മാവിന്റെ അഗ്നിവലയം ദൈവം നിനക്കും നിന്റെ കൂടാരത്തിനും വേണ്ടി ഒരുക്കുകയാ. കരമുയർത്തി, ശബ്ദമുയർത്തി, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രിയരെ, ശ്രദ്ധിക്കുക. 4 മണിക്ക് ജോലി കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിന്ന ആളുകളുടെ അടുക്കലേക്ക് പാഞ്ഞു വന്ന ബസ് അതിനകത്തൂടെ അങ്ങ് കയറി 3 പേര് തൽക്ഷണം ഇന്നലെ എന്ത് ചെയ്തു? മരിച്ചു. വല്ല മുന്നറിയിപ്പുണ്ടായിരുന്നു? ഇല്ല. അവർ വീട്ടിൽ ചെന്ന് എന്തെല്ലാം കാര്യം പ്രതീക്ഷിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെല്ലാനൊത്തോ? ഇല്ല. പക്ഷേ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. അതിനറിയുന്നതിന് മുമ്പേ ഭക്തൻ ഒരു കാര്യം ചെയ്തു. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം എൻ്റെ മണ്ടേ കൂടി കയറേണ്ടതാ. പക്ഷേ അത് ഒഴിഞ്ഞു പോണം. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ വീട്ടിൽ വരുത്തണം എന്ന് വിചാരിക്കുന്ന ചില വിഷയങ്ങൾ വന്നു കഴിഞ്ഞല്ല പ്രാർത്ഥന, വന്നു കഴിഞ്ഞല്ല ഉപവാസം. അത് വരുന്നതിന് മുമ്പേ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിന്റെ മറവിൽ ശരണം പ്രാപിക്കുകയാ. ഓ ഹല്ലേലൂയ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലതൊക്കെ ഒഴിഞ്ഞു പോകട്ടെ, ഒഴിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ, എന്തു ചെയ്യണം? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ആത്മാവി കണ്ടിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് ആ കാര്യങ്ങൾ കൈമാറി. അത് കേട്ട ശിഷ്യന്മാർ ഉള്ളുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് യേശുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ദീർഘമായ പ്രവചനത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് അവർ ഭയപ്പെട്ടപ്പോൾ ലൂക്കോസ് 21:34 മുതൽ 36 വരെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 34 മുതൽ വായിച്ച വേഗത്തിൽ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണം, വായിച്ചു, മദ്യപാനം, ഉപജീവന ചിന്തകളാലും പാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അടുത്ത വാക്യം, അത് സർവഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിക്കുവാനുള്ള എല്ലാത്തിലും ഒഴിഞ്ഞു പോകുവാൻ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പി. ഇങ്ങോട്ട് നോക്കിക്കേ. സംഭവിക്കാനുള്ള കാര്യങ്ങളുടെ നീണ്ട പട്ടിക വിവരിക്കാൻ ഇന്ന് പകൽ നമ്മുടെ മുമ്പിൽ സമയമില്ല. തൊട്ട് മുകളിൽ പറഞ്ഞു, അതൊക്കെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, മക്കളെ, സംഭവിക്കാനുള്ളതൊക്കെ നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോണം. 2, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകണം. 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. 1, നിനക്ക്, നിന്റെ കുടുംബത്തിന്, നിന്റെ തലമുറയ്ക്ക്, നിന്റെ സഭയ്ക്ക്
നിന്റെ ശുശ്രൂഷയ്ക്ക് സംഭവിക്കണമെന്ന് വിചാരിച്ച് ചുറ്റും നടക്കുന്ന ആ പോരുകൾ നിന്നെ വിട്ട്, നിന്റെ കുടുംബത്തെ വിട്ട്, നിന്റെ തലമുറയെ വിട്ട് ഒഴിഞ്ഞു പോണം. പ്രാർത്ഥിച്ച എല്ലാവരും ഒഴിഞ്ഞു പോണം, ഒഴിഞ്ഞു പോണം. ഒഴിഞ്ഞു പോയാൽ മാത്രം പോരാ, നീ കർത്താവിന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തനാകണം. കർത്താവ് വരാൻ പോവാ. നീ കർത്താവിന്റെ മുമ്പിൽ നിൽപ്പാൻ അവൻ നിന്നോട് കണക്ക് തീർക്കുമ്പോൾ നിന്റെ കരങ്ങൾ ക്ഷീണിച്ചു പോകാതെ നീ അവന്റെ മുമ്പിൽ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന്, ഓ ഹല്ലേലൂയ, സദാകാലം, ബുധനാഴ്ചയും ഞായറാഴ്ചയാണോ, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണോ, എപ്പോഴാ? സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. പ്രാർത്ഥന നിർത്തല്ലേ. ഞാൻ എൻ്റെ ദൈവമക്കളോട് സ്നേഹത്തോടെ പറയട്ടെ, പ്രാർത്ഥന നിർത്തല്ലേ. മറുപടി കിട്ടി, സൗഖ്യം കിട്ടി, വിടുതൽ കിട്ടി, വഴി തുറന്നു, പ്രാർത്ഥന നിർത്തരുത്. പ്രാർത്ഥന തുടർന്നോണം. കാരണം മറ്റെന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു. ചെങ്കടൽ കൊണ്ട് പ്രശ്നം തീരത്തില്ല, മാറാ കൊണ്ട് വിഷയം തീരത്തില്ല, മരുഭൂമി കൊണ്ട് വിഷയം തീരത്തില്ല. അപ്പുറത്ത് അഗ്നിസർപ്പങ്ങൾ പറന്നു കൊത്താൻ നിൽക്കുകയാ. അതൊക്കെ മാറണമെങ്കിൽ സംഭവിക്കാനുള്ളതൊക്കെ ഒഴിഞ്ഞു പോകുവാൻ നീ സദാകാലം ഉണർന്ന് പ്രാർത്ഥിച്ചോണം. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാവിലെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. മനുഷ്യന്റെ മുഴുവൻ ചിന്ത ഇപ്പോഴെന്തായി? അതാ ആദ്യം വായിച്ച്, അതിഭക്ഷണം. ഉപവസിക്കാൻ ഇപ്പൊ നമുക്കൊക്കെ പ്രയാസ അല്ലേ? 21, 40 ഒക്കെ ഇരുന്നവർക്ക് ഇപ്പോൾ അങ്ങോട്ട് ഉപവസിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ ഉപവാസം ഉച്ചവരെയാണ്. അത്യാവശ്യം രാവിലത്തെ 5 ഇഡ്ഡലി 4 മുട്ടയും 2 ഗ്ലാസ് കാപ്പി നിർത്തി ഉച്ചയ്ക്ക് അതിനോട് ചേർത്ത് കഴിക്കുന്ന ഉച്ചവരെയുള്ള ഉപവാസം. ചിലർ വളരെ ബന്ധപ്പെട്ട് വൈകുന്നേരം വരെ എടുത്തിട്ട് വൈകിട്ട് ഈ 4 നേരത്തോട് ഒന്ന് ചെന്ന് ചെയ്യും, കഴിക്കും. പ്രൈസിലോ. ഇവിടുത്തെ ഏറ്റവും തിരക്ക് തട്ടുകടകളിലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വഴിയെ പോകുമ്പോൾ എന്നോ തിരക്കാന്നറിയാം. അവൻ വീട്ടിൽ നിന്ന് ചായ കുടിച്ചിട്ട് 1/2 മണിക്കൂറായിട്ടില്ല. ഇവിടെ വന്നവൻ പരിപ്പുവട, ഉള്ളിവട, ഉഴുന്നുവട എല്ലാം മേടിച്ച് തിന്ന് അങ്ങ് നിൽക്കുക. തിന്നണമെന്നുള്ള ആർത്തി അതൊരു സിംറ്റമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഞാൻ പറഞ്ഞാൽ യേശു പറയാണ്, ഇപ്പോൾ ഇവർക്ക് കഴിക്കണം ഒരു ചിന്തയുള്ളൂ. അതിഭക്ഷണത്താലും പിന്നെ കഴിച്ചെല്ലാം കൂടെ ഒന്ന് ദഹിക്കണ്ടേ. അതിന് പണ്ടൊക്കെ പെപ്സി കുടിക്കുമായിരുന്നു, ഇപ്പൊ പെപ്സി വിഷമാന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കുന്ന എന്തോ അടുത്ത വാക്യം. മനസ്സിലാകുന്നുണ്ടോ? 1 അതിഭക്ഷണം, 2 മദ്യപാനം. മദ്യപാനം കഴിഞ്ഞാൽ പിന്നെ ഈ ജഡം ഇളകും. അതിഭക്ഷണം കഴിച്ചുണ്ടായ ജഡമില്ലേ, ആ ജഡം മദ്യം ചെല്ലുമ്പോൾ ഇളകുമ്പോൾ 3-ാമത്തെ കാര്യം ഉപജീവന ചിന്തകൾ. ഇപ്പം പിന്നെ അങ്ങനെ ചിന്തയാണ്. പുള്ളി വീട്ടിൽ വന്ന ഒന്നും മിണ്ടത്തില്ല, ഇങ്ങനെ ധ്യാനിച്ചിരിക്കുകയാണ്. മദ്യപിച്ച് തിന്ന് നാളത്തെ കാര്യം എങ്ങനെ? ഉപജീവനം എന്ന് പറയുന്നത് നാളെ അടിക്കാനുള്ള പൈസ എങ്ങനെയാന്നുള്ള ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ഇന്ന് രാവിലെ നിന്റെ ഭാരം ഒരു സ്വോത്രം പറഞ്ഞ് നീ എന്തിനാ ആവശ്യമില്ലാതെ ചിന്തിക്കുന്നത്? നീ അങ്ങോട്ടങ്ങ് ചിന്തിച്ചാൽ നീളം കൂട്ടാനൊക്കോ? നിന്റെ നീളത്തെ ഒരു ചാണ് കൂട്ടാനൊക്കോ? ഇല്ലെന്ന് പറ. ഇല്ല. നിന്റെ നിറം മാറ്റാനൊക്കോ? നീ രാവിലെ മുഖത്ത് വാരി വലിച്ച് പുട്ടിയെല്ലാം കൂടി ഇട്ടിങ്ങോട്ട് വന്നേ മുഖം കഴുകുമ്പോൾ ഇതെല്ലാം കൂടെ പോത്തില്ലേ? നിറം മാറ്റാനൊക്കോ? മുടി കറപ്പിക്കാനൊക്കോ? ഒക്കെ ഞാനിങ്ങനെ നിൽക്കുവോ? സ്ഥിരമായിട്ട് കറപ്പിക്കാവുന്ന ഒരു സംവിധാനം ഉണ്ട്, ഞാനും ചെയ്തേനെ. പക്ഷെ അങ്ങനെ സംവിധാനം ഇല്ല. സ്വത്രം പറഞ്ഞേ. അപ്പൊ കറപ്പിക്കാനും വെളുപ്പിക്കാനും നിന്നെ കൊണ്ട് പറ, നീളം കൂട്ടാനും കുറയ്ക്കാനും നിന്നെ കൊണ്ട്. അപ്പൊ നിനക്കൊന്നിനും കഴിവില്ല. എന്നാ നിനക്ക് കഴിവ് തരുന്നൊരു ദൈവമുണ്ട്. നീ അവന്റെ ചിറകിന്റെ മറവിൽ ശരണം പ്രാപിക്കണം.
ഈ ആപത്തുകൾ എല്ലാം ഒഴിഞ്ഞു പോകുവോളം നീ സദാകാലം ഉണർന്ന് പ്രാർത്ഥിക്കണം. സന്തോഷമുള്ളവർ ദൈവത്തെ ഈ രാവിലെ നന്നായിട്ടൊന്ന് സ്തുതിക്കട്ടെ. ദൈവം ജനത്തോട് പറയുന്നു, ദേശത്തോട് പറയുന്നു, സഭയോട് പറയുന്നു, ചിലതൊക്കെ സംഭവിക്കാൻ പോകുകയാ. സംഭവിക്കുന്നതിന് മുമ്പേ അത് നിന്റെ വീട്ടിൽ വരാതിരിപ്പാൻ, നിന്റെ കുടുംബത്തിൽ വരാതിരിപ്പാൻ, നിന്റെ തലമുറയിൽ വരാതിരിപ്പാൻ, നിന്റെ സഭയിൽ സംഭവിക്കാതിരിപ്പാൻ. ഓ രബലബസ് ഞാൻ വളരെ സ്നേഹിക്കുന്ന വാരക്കൂട്ടത്തിലെ സാബു ബ്രദറിന്റെ 3 ആൺമക്കളിൽ 2ാമത്തെ മകൻ തിരുവല്ല ടൗൺ ചർച്ചിലെ കൊയറിലെ പാട്ടുപാടുന്ന പയ്യൻ, സൺഡേ സ്കൂളിലെ നല്ല വിദ്യാർത്ഥി, വൈപ്പിയിലെ ശക്തനായ പയ്യൻ, സ്റ്റേറ്റ് തലത്തിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്നവൻ, എന്തോ റീലെടുക്കാൻ പോയത്, കണ്ടെത്തി വെള്ളം മുഖത്ത് റീലെടുക്കാൻ പോയത് 5 പിള്ളേരുടെ കൂടെ. പിള്ളേർ 4 വീട്ടിൽ വന്നു, അവൻ വന്നില്ല. നാളെ അടക്കവാ, ഞാൻ പോകുന്നുണ്ട് രാവിലെ. ഇന്നത്തെ കൊയറിൽ അവനില്ല, ഇന്നത്തെ സൺഡേ സ്കൂളിലും വൈപ്പിയിലും അവന് ഇല്ല. അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ? പറഞ്ഞ ഇല്ല ഇല്ല. നാളെ ഇത് എൻ്റെ വീട്ടിലാകാം, നിന്റെ വീട്ടിലാകാം. പക്ഷെ എന്താ അതിന് പരിഹാരം? ഒറ്റ മാർഗം. സംഭവിക്കാനുള്ളതൊക്കെ പറയെല്ലാരും ഒഴിഞ്ഞു പോണം. ഇന്ന് പോലെ ആത്മാവ് പ്രവചിച്ച് പറയുന്നു, സംഭവിക്കാനുള്ള ചിലതൊക്കെ ഒഴിഞ്ഞു പോണം. ഓ, വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിച്ചേ. നിന്റെ കൂടാരത്തിൽ അത് സംഭവിക്കാതെ ചിലതൊക്കെ ഒഴിഞ്ഞു പോകേണ്ടതിന് ഓ രബലമന ശംദരദര വൈഡരമന നിന്റെ തലയ്ക്ക് മീതെ ദൈവത്തിന്റെ ദീപം തെളിയട്ടെ. നീ അവന്റെ ചിറകിന്റെ മറവിൽ ശരണം പ്രാപിക്കട്ടെ. കർത്താവ് കരഞ്ഞൊരു വിഷയമുണ്ട്. കർത്താവ് കരഞ്ഞൊരു വിഷയം ഇസ്രായേലിനെ നോക്കി പറയുക. ഇസ്രായേൽ ആരാ? ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ പ്രിയപുത്രൻ, ഓമനപുത്രൻ. അങ്ങനെ വിളിച്ചേക്കുന്നേ. ഇസ്രായേൽ എൻ്റെ ഓമനപുത്രൻ. പ്രൈസലോ. അവരോടിപ്പോൾ കർത്താവ് പറയണം, നിന്നെ ഒരു കോഴി തൻ്റെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ മറയ്ക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നീ ഒന്ന് ചിറകിന്റെ കീഴെ വന്നിട്ട് വേണ്ട ഞാൻ ഒന്ന് മറയ്ക്കാൻ. ഹലോ, നീ എൻ്റെ ചിറകിന്റെ മറവിൽ വന്നിട്ട് വേണ്ട എനിക്ക് നിന്നെ ഒന്ന് മറയ്ക്കാൻ. നിന്നെ മറയ്ക്കാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. ഓ, നമ്മെ ചിറകിന്റെ മറവിൽ നിന്നാൽ പിന്നെ ശത്രു തൊടത്തില്ല. ബിലയാമിനെ കാശ് കൊടുത്ത് ബാലാക്ക് വിളിച്ചു. ബാലാക്ക് രാജ്യം ഭരിക്കുന്ന രാജാവാ. ശ്രദ്ധിച്ച് കേൾക്കണേ. ചില വളർച്ചകളെ നിന്റെ കൊച്ചിന് ഇച്ചിരി നീളം വെച്ചാൽ, ഇച്ചിരി വണ്ണം വെച്ചാൽ, ഇച്ചിരി സൗന്ദര്യം വെച്ചാൽ, 2 ക്ലാസ് ജയിച്ചു കയറിയാൽ സൂഹിക്കാത്തൊരു അവനിയുടെ അങ്ങ് വളർന്നു. എന്തുവാ കഴിക്കുന്നേ? ആ വീടങ്ങ് വെച്ചു. പ്രൈസലോ. അവരങ്ങ് ഉയരുക. ഇതൊക്കെ കാണുമ്പോൾ അസൂയുള്ളൊരു വ്യാപാരമുണ്ട്. അസൂയയുടെ വ്യാപാരം, കണ്ണുകളുടെ വ്യാപാരം, തുറച്ചു നോട്ടങ്ങളുടെ വ്യാപാരം, വിടക്കുകളുടെ വ്യാപാരം. ഒന്നും നിനക്കേക്കത്തില്ല. നീ മേഘത്തിന്റെ കീഴായിരിക്കണം. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം
നീ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ ശരണം പ്രാപിച്ചോണം. ഹല്ലേലൂയ. ശിവരമന ശംദരാദര വൈഡരമന അർത്തുൽക്കമനാദര റിബൽക്കനാദര ഔഷസ്യ. ഹല്ലേലൂയ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. അവൻ അടുത്ത മലയിൽ പോയി പോയിടത്തെല്ലാം ചെന്നപ്പോൾ ജനം മേഘത്തിങ്കിലല്ല. എവിടെ നിന്ന് ഏതവൻ തുറച്ചു നോക്കിയാലും നീ മേഘത്തിന്റെ കീഴായിരിക്കണം. പ്രൈസലോ. എന്നാൽ രാത്രി പ്രാകാവെന്ന് വിചാരിച്ച ഉടനെ അഗ്നിത്തൂണായിട്ട് നിൽക്കുക. പകലിൽ മേഘസ്തംഭമായി, രാത്രിയിൽ അഗ്നി. ഒരു അല്ലലിയെ പറയണം, നീ അറിയാത്തൊരു സംരക്ഷണം ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം. ഒരു നല്ല അല്ലലിയെ പറഞ്ഞാട്ടെ. നിന്റെ കാതി വന്ന് പിശാച് പറയും, ആ വീട്ടിലല്ലേലും ആണുങ്ങൾ വാഴത്തില്ല, ആണുങ്ങളെല്ലാം ചത്തുപോകും. ഉടനെ നീ അങ്ങനെ അത് കേട്ടോട്ട് താടിക എടുത്തിരിക്കല്ലേ. പോടാ പിശാച്. എടാ, ഞാനത് പണ്ട് പാരമ്പര്യമുള്ളപ്പോൾ, അന്ന് ഞങ്ങൾ കൃപയിലല്ലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ അത്യുന്നതന്റെ ചിറകിന്റെ മറവില. ഇപ്പോൾ അതൊന്നും ഞങ്ങൾ കേൾക്കത്തില്ല. ഞങ്ങൾ രക്തക്കോട്ടയില. വിശ്വസിക്കുന്നവൻ രാവിലെ ദൈവത്തെ ആരാധിക്കട്ടെ. ഒരു പാരമ്പര്യ ദോഷവും നിന്റെ കൂടാരത്തിലേക്കാതെ. സുഗാരമന ശംദാരാദാര വൈഡാരബബ. ഓ, ചില പാരമ്പര്യ പോരുകൾ വർഷങ്ങളായി തുടർന്നു വരുന്ന ചില പാരമ്പര്യ ശക്തികൾ ഈ പകർന്ന ശുശ്രൂഷയിൽ അതിന്റെ താഴ്വേരറക്കുകയാണ്. അതിന്റെ താഴ്വേരറക്കുക. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവൂ. ചില കുടുംബങ്ങൾക്കെതിരെയുള്ള ചില ആധിപത്യ പോരുകളെ ഓ ദീപാരമനെ രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം, രക്തം ചെയ്യം. ശ്രദ്ധിച്ചേ പ്രിയമുള്ളവരെ. ഭക്തൻ പറയുകയാണ്, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാന് അത്യുന്നതനായ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ ശരണം പ്രാപിക്കുകയാണ്. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവം. ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചു മടുത്ത ചില വിഷയങ്ങളുടെ മേൽ സകലവും നിർവഹിക്കുന്ന, നാട്ടുകാർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. ചങ്കത്ത് കൈവച്ച് പറഞ്ഞേ, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന. അടുത്ത വാക്യം, അവ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ രക്ഷിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് രാവിലെ ആ കരം ചിലരുടെ മീതെ വരികയാ. മോശയുടെ കൈമേൽ വന്ന ആ കരം, ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാവീദിന്റെ മേൽ വന്ന ആ കരം, ആ വീര്യമുള്ള ഭുജം ഇന്ന് രാവിലെ നിന്നെ രക്ഷിക്കാൻ നിന്റെ കൂടാരത്തിൽ ഇറങ്ങി വരികയാ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ആഴമായ ദൈവകൃപയുടെ ഒരു പുത്തൻ പകർച്ച ഇന്ന് രാവിലെ ദൈവം ചിലരുടെ മേൽ പകരുകയാ. ചില കൂടാരത്തിൽ നിന്ന്, ചില തലമുറയിൽ നിന്ന്. ഓ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ചില പോരുകൾ അഴിഞ്ഞു മാറട്ടെ. എല്ലാവരും അല്പനിമിഷം ഒരുമിച്ച് കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഒരു അത്ഭുതകരമായ വിടുതൽ. ചില ശാപമണ്ഡലങ്ങൾ അഴിയുന്നു, ചില പാരമ്പര്യ കെട്ടുകൾ അഴിയുന്നു, ചില പോരുകൾ അഴിയുന്നു. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ. ആ മതിൽ എൻ്റെ ദൈവത്താൽ ഞാൻ ഇന്ന് പോൽ ചാടിക്കടക്കാൻ പോകും. മതിൽ അവിടെ ഇരുന്നോട്ട്, ഞാനത് പൊളിക്കാനൊന്നും പോകുന്നില്ല. ഞാനത് ചാടിക്കടക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ രാവിലെ 8:30 ആയ സമയത്ത്
ദൈവാത്മാവ് പറയുന്നു, ചില വിഷയങ്ങളെ നീ ചാടിക്കടക്കാൻ പോകുകയാണ്. നീ കടക്കത്തിലെന്ന് പിശാച് വേദി കെട്ടി നിന്നോട് വാദിച്ച ചില പോരുകൾ ഇന്ന് രാവിലെ നീ ദൈവാത്മാവിൽ ചാടിക്കടക്കുമെന്ന്. ദൈവത്തിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയാണ് സദാകാലം ഒന്ന് ഉണർന്ന് പ്രാർത്ഥിക്കാൻ നമുക്കിന്ന് രാവിലെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. പ്രാർത്ഥനയുടെ അടുത്ത തലത്തിലേക്ക് സഭ മാറാൻ പോകുകയാണ്, ജനം മാറാൻ പോകുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളൊക്കെ വ്യാഴം, വെള്ളി, ശനി, ഞായറൊക്കെ ദൈവസന്നിധി രാപകൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദേശത്തൊരു വിടുതൽ വേണം, പട്ടണത്തിനൊരു വിടുതൽ വേണം, ഇരുട്ട് മാറിപ്പോകണം. എല്ലാവരുടെയും കൂടാരത്തിൽ തലയ്ക്കുമീരെ ദീപം കത്തണം, ദീപം കത്തണം. നീ പറ, എൻ്റെ ദീപത്തെ ദൈവം കത്തിക്കും, എൻ്റെ ആരെ അവൻ ശക്തി കൊണ്ട് മുറുക്കും, എൻ്റെ കാല് മാൻപേടെ കാലിനെ തുല്യമാക്കും, എൻ്റെ ഗിരികളിന്മേൽ എന്നെ നിർത്തും, എൻ്റെ വിരലുകളെ പോരിനായും എൻ്റെ കൈകളെ യുദ്ധത്തിനായിട്ടും അഭ്യസിപ്പിക്കും. ഞാൻ എൻ്റെ ദൈവത്താൽ ഈ മതിലുകളെ ചാടിക്കടക്കും. വിശ്വസിക്കുന്നവർ രണ്ട് കരമടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. ഓ രാബാബാ ശബ്ദരാധരാജന. നിങ്ങൾക്ക് വേണ്ടി ഈ പകൽ പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ ശക്തമായ നിയോഗമുണ്ട്. കഴിഞ്ഞ രാത്രിയിലും ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാ പറഞ്ഞു, നിന്നെ വിശ്വസിച്ച് നിന്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്കായി വരുന്ന ജനത്തെ നീ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഞാനത് ഏറ്റെടുത്തു. ഇന്ന് രാവിലെ അങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അതെ, ദൈവാത്മാവിന്റെ ഇടപെടൽ ഞാൻ ഏറ്റെടുക്കുന്നു. ദൈവമേ, എന്നോട് കരുണയുണ്ടാകണമേ. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നും. എനിക്ക് കൃപ തോന്നണം എന്നുള്ളവനോട് എനിക്ക് കൃപ തോന്നും. ഇന്ന് രാവിലെ ആ കരുണ, ആ കൃപ, ഓ ഹല്ലേലൂയ, നീ ആ ചിറകിന്റെ മറവിലോട്ടൊന്ന് അടുത്തേ. അത്യുന്നതന്റെ മറവിൽ, സർവശക്തന്റെ നിഴലിൽ നീ ഒന്ന് അടുത്തു വന്നേ. അതെ, എനിക്കൊരു പ്രാർത്ഥന നിർബന്ധമായിട്ടും വേണം പാസ്റ്ററെ എന്നുള്ളവർ ഒന്ന് എഴുന്നേറ്റ് നിന്നു. ഇവിടെ മാത്രമല്ല, ലൈവിൽ ധാരാളം ആളുകൾ കേൾക്കുന്നല്ലോ. അവരോടെല്ലാം ഞാൻ പറയുന്നു, ഒന്ന് ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റോ. നിങ്ങൾ അമേരിക്കയിലായിരിക്കും, കാനഡയിലായിരിക്കും, ഓസ്ട്രേലിയയിലായിരിക്കും, കേരളത്തിലായിരിക്കും, ഇന്ത്യയിലായിരിക്കും, മിഡിൽ ഈസ്റ്റിലായിരിക്കും, എവിടെയാകട്ടെ, ഒന്ന് എഴുന്നേറ്റ് നിന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചില ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്നു നിന്നിൽ നിന്ന്, കൂടാരത്തിൽ നിന്ന് ചില ആപത്തുകൾ ഒഴിഞ്ഞു പോകുന്നു. ചില കെണികൾ നിനക്ക് വേണ്ടി കെണി ഒരുക്കി വെച്ചിരിക്കുന്ന. ഹല്ലേലൂയ. ഓ റാബാബാബാബാഷ്. ഉപജീവന ചിന്ത, മദ്യപാനം, അമിത ഭക്ഷണം, ഓ പ്രൈസലോ, പലരും കെണിയിലകപ്പെട്ടേക്കുക. ഇന്ന് പോൽ സ്വർഗം അതെല്ലാം അഴിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് ഹിതമില്ലാത്ത ഒരു വഴിയും എനിക്ക് വേണ്ട. എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു പാതയും ഞാൻ സഞ്ചരിക്കത്തില്ല. എന്നെ സമ്പൂർണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ആ രണ്ട് കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ കർത്താവേ, അങ്ങ് അവിടുത്തെ ആത്മാവിൽ അടിനെ ഓർപ്പിച്ച് അടിയന്റെ മേൽ തന്ന ആത്മാവിന്റെ അധികാരത്തിൽ അങ്ങയുടെ ഈ ജനത്തെ, അങ്ങയുടെ ചിറകിന്റെ മറവിൽ ശരണം പ്രാപിച്ചു വന്ന ഈ ജനത്തെ സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. രോഗങ്ങളുടെ കെട്ടഴിയട്ടെ, ശാപങ്ങളുടെ കെട്ടഴിയട്ടെ, പാരമ്പര്യ ബന്ധനം അഴിയട്ടെ, പള്ളി പടകളഴിയട്ടെ, അന്യാരാധന ശക്തി അഴിയട്ടെ, ആഭിചാര ബന്ധനം അഴിയട്ടെ, നേർച്ചകാഴ്ച ശക്തി അഴിയട്ടെ, തുറിച്ചുനോട്ടങ്ങളുടെ പോരുകൾ, വിടക്ക് കണ്ണുകളുടെ പോരുകൾ, അസൂയയുടെ വ്യാപാരങ്ങൾ, കണ്ണുകടിയുടെ ശക്തികൾ, ഓ യേശുവിന്റെ നാമത്തിൽ ദുഷ്ടന്റെ ചൊല്ലുകൾ, പൂജകൾ, കർമ്മങ്ങൾ, എല്ലാ ആഭിചാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഈ ജനം വിടുവിക്കപ്പെടട്ടെ, ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ.
അങ്ങയുടെ നന്മകൾ ഓ സമാപ്തി വരുത്തുന്ന, ശുഭത കൽപ്പിക്കുന്ന, ജയം തരുന്ന ആ കരം കൂടാരങ്ങളിൽ ഇറങ്ങി വെളിപ്പെടട്ടെ. ഈ ആരാധന കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഹൃദയത്തിൽ ഒരു ദിവ്യ സമാധാനം, ഇതുവരെ ഉണ്ടാകാത്തൊരു സമാധാനം ദൈവം എല്ലാവരുടെയും ഉള്ളത്തിൽ നൽകി സമാധാനത്തോടെ അയക്കും, ആരോഗ്യത്തോടെ അയക്കും. ദൈവം അനുവദിച്ചാൽ ബുധനാഴ്ച ഏറിയ ബലത്തോടെ കടന്നു വരുമ്പോൾ ജനത്തിന് മേൽ കൃപ ചെയ്യും. ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കും. മുഴുമകുത്വം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് ജയം തന്നതിനായി സ്തോത്രം ചെയ്യും. ഒരു പാട്ടിന്റെ ചരണങ്ങൾ പാടുമ്പോൾ സ്തോത്ര വഴിപാടുകൾ മേശമേൽ അർപ്പിക്കും. യേശുവേ മണാള് പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാള് പ്രത്യാശയിൻ പ്രദീപമേ, എന്റെ ആശയൊന്നു മാത്രമേ നിന്നെ കാണുവാൻ വിട്ടേജസ്സിൽ, എന്റെ ആശയൊന്നു മാത്രമേ കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അങ്ങേ നല്ല സ്വന്ത കണ്ടാൽ തന്റെ മുഖം കണ്ടിടും, കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അങ്ങേ നല്ല സ്വന്ത കണ്ടാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ യേശുവേ എത്തും ഞാൻ വെയൂല തീരത്തിൽ ജോടി നേരെ പ്രത്യാശയോടെ എത്തും ഞാൻ വെയൂല തീരത്തിൽ. ഓ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടി പ്രത്യാശയോടെ കണ്ണ തന്റെ മുഖം കണ്ടി. ഓ കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അങ്ങേ നല്ല സ്വന്ത കണ്ടാൽ തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാള് പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാള് പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാള് പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാള് പ്രത്യാശയിൻ പ്രദീപമേ. കണ്ടിടും പ്രിയനെ ഓ കന്യ നല്ല സ്വന്തം കണ്ടാൽ തന്റെ മുഖം. ഓ കണ്ടിടും പ്രിയനെ കണ്ടിടും, യേശുവേ മണാള്